തിരുവനന്തപുരം ജില്ലയിൽ കുറഞ്ഞതൊരു 7 അസംബ്ലി മണ്ഡലങ്ങളിലെങ്കിലും വളരെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 14 അസംബ്ലി മണ്ഡലങ്ങളുള്ളതിൽ 7 എണ്ണത്തെങ്കിലും ഏറ്റവും കുറഞ്ഞത്, അത് നഗര മേഖലകളിലാണ് കൂടുതൽ. വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം, തിരുവനന്തപുരം സെൻട്രൽ, ആറ്റിങ്ങൽ, നെടുമങ്ങാട്, കാട്ടാക്കട, അപ്പോൾ ഇങ്ങനെ 7 മണ്ഡലങ്ങളിലും അതിശക്തമായ ത്രികോണ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ UDFനും LDFനും BJPക്കും ഏതാണ്ട് തുല്യ പ്രാധാന്യം വരുന്ന മണ്ഡലങ്ങളാണ്. അതിനകത്ത് ചെറിയ കുറച്ചിൽ കാണും. ഇപ്പോൾ നേമത്ത് BJPക്ക് ഒരു അഡ്വാൻറ്റേജ് ഉള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കി. എന്നാലും മറുവശത്തുള്ള സ്ഥാനാർത്ഥികളും ത്രികോണ മത്സരത്തെ ശക്തിപ്പെടുത്തുന്നുണ്ട്. പക്ഷേ വട്ടിയൂർക്കാവിലെ സ്ഥിതി കുറച്ചുകൂടി വ്യത്യസ്തമാണ്. വട്ടിയൂർക്കാവ് പഴയ തിരുവനന്തപുരം നോർത്ത് എന്ന് പറയുന്ന അസംബ്ലി മണ്ഡലമാണ്. അപ്പം അന്നത്തെ കാലത്തെ തന്നെ നോർത്ത് മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം നോക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഷിഫ്റ്റ് ചെയ്യുന്നൊരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. ഷിഫ്റ്റിംഗ് കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറഞ്ഞാൽ സേഫസ്റ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ നേരെ വിപരീതമാണ്. അപ്പോൾ ഓരോ തിരഞ്ഞെടുപ്പിലും മാറി മാറി വിധി വരാൻ സാധ്യതയുള്ളതും ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പോക്കറ്റ് സീറ്റ് അല്ലാത്തതുമായൊരു മണ്ഡലമാണ് നമ്മൾ ഷിഫ്റ്റിംഗ് കോൺസ്റ്റിറ്റ്യുവൻസി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ നിലയ്ക്ക് തീർച്ചയായിട്ടും വട്ടിയൂർക്കാവ് ഒരു ഷിഫ്റ്റിംഗ് കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. പഴയ നോർത്ത് അസംബ്ലി മണ്ഡലത്തിൽ അത് തുടക്കം മുതൽ തന്നെ 1977 മുതൽ തന്നെ നമുക്കറിയാം ഇവിടെ UDFൻ്റെ പിന്തുണയോടുകൂടി NDP ജയിച്ചിട്ടുണ്ട്. LDFൻ്റെ CPM പലതവണ ജയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ BJPയുടെ ശക്തി കാലാനുസൃതമായി വളർന്നു വന്നിട്ടുണ്ട്. വീണ്ടും കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്, വീണ്ടും കോൺഗ്രസ് തോറ്റിട്ടുണ്ട്, CPM ജയിച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് BJPയുടെ ശക്തമായ മണ്ഡലം അസംബ്ലി തിരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും അത് കാണിച്ച വ്യത്യസ്തതയാണ് പിൽക്കാലത്ത് BJPയുടെ പ്രസിഡൻ്റായിരുന്ന കുമ്മനം രാജശേഖരൻ ഇവിടെ വന്ന് മത്സരിക്കാൻ കാരണമാക്കിയത്. മുരളീധരൻ ഇവിടെ ആദ്യം ജയിക്കുമ്പോൾ വളരെ നല്ല പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമായി മാറി. തീർച്ചയായിട്ടും കരുണാകരൻ തിരുവനന്തപുരത്തുള്ള സ്വാധീനവും മറ്റും മനസ്സിലാക്കി കരുണാകരൻ്റെ മകൻ എന്നുള്ള നിലയിൽ വളരെ നല്ല റെപ്യൂട്ടേഷൻ അന്ന് മുരളിക്കുണ്ടായിരുന്നു. ആ നിലയ്ക്ക് വൻ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചതിന് ശേഷം വടകര ലോക്സഭാ മണ്ഡലം മത്സരിക്കാനായി വട്ടിയൂർക്കാവ് ഇട്ടിട്ട് പോയി എന്നുള്ളൊരു ആക്ഷേപം അവിടെ ശക്തമായി നിലനിൽപ്പുണ്ടായിരുന്നു. അതുമാത്രമല്ല, വടകര ലോക്സഭാ മണ്ഡലത്തിലെ MP ആയിരിക്കുമ്പോൾ അദ്ദേഹം നേമം മണ്ഡലത്തിൽ വന്ന് BJPയെ തോൽപ്പിക്കാനായി അവിടെയും കുമ്മനം രാജശേഖരനായിരുന്നു നേമം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി അന്ന് കഴിഞ്ഞ തവണ. അപ്പോൾ ഇതിനൊക്കെ പുറമെ അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുരളീധരൻ തൃശ്ശൂർ മത്സരിച്ചു. അപ്പോൾ സ്ഥിരമായ ഒരിടവും നിൽക്കുന്നില്ല എന്നുള്ളൊരാക്ഷേപം ഭാഗ്യാന്വേഷിയായിട്ട് പോകുന്നു. എവിടെയാണോ കുറച്ചുകൂടി വസ്തുതയുള്ളത്, സാഹചര്യമുള്ളത്, വിജയിക്കാൻ അങ്ങനെ മാറി മാറി പോകുന്ന ഒരു സ്വഭാവമായതുകൊണ്ടും ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയ ആളെന്നുള്ള നിലയിൽ തിരിച്ചു വരുമ്പോൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ജനപിന്തുണ അദ്ദേഹത്തിന് കിട്ടുന്നില്ല എന്നുള്ളതും വസ്തുതയാണ്. അപ്പോൾ ആ നിലയ്ക്ക് തീർച്ചയായിട്ടും RSS അവരുടെ വോട്ടുകൾ ഒരിക്കലും പ്രശാന്തിന് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് ശക്തമായ ഒരു BJP സ്ഥാനാർത്ഥി ശ്രീലേഖ അവിടെയുണ്ട്. ഇനി പ്രശാന്തിലേക്ക് വന്നാൽ, പ്രശാന്ത് ജനകീയനായ ഒരു മേയറായി പ്രവർത്തിക്കുന്ന സമയത്താണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ വൻ വിജയം നേടിയത്. വീണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു വിജയം കിട്ടുകയുണ്ട്. അപ്പോൾ ആ 2 വിജയം തുടർച്ച കിട്ടിയ 2 വിജയവും പിന്നീട് അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങളും മറ്റും പ്രശാന്തിനെ കൂടുതൽ ജനകീയനാക്കി. ചെറിയ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടെങ്കിലും മണ്ഡലം നന്നായിട്ട് നോക്കി എന്നുള്ളൊരു റെപ്യൂട്ടേഷൻ തീർച്ചയായിട്ടും പ്രശാന്തിനുണ്ട്. അപ്പോൾ VK പ്രശാന്തിൻ്റെ ജനകീയതയെ ആ നിലയ്ക്ക് നമുക്ക് ആർക്കും കുറച്ച് കാണാൻ പറ്റില്ല. അതുകൊണ്ട് മുരളീധരനെ തോൽപ്പിക്കാനായി RSSന് പ്രശാന്തിന് വോട്ട് ചെയ്യേണ്ട കാര്യമില്ല. മറിച്ച് BJPയുടെ കാൻഡിഡേറ്റായ ശ്രീലേഖയ്ക്ക് വിജയിക്കാനോ അല്ലെങ്കിൽ മാക്സിമം വോട്ട് കിട്ടാനോ വേണ്ടിയായിരിക്കും RSS ചെയ്യുന്നത്. അല്ലാതെ വോട്ട് മറിച്ച് പ്രശാന്തിന് കൊടുക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. മത്സരം വളരെ വളരെ കടുത്തതാണ്. 3 സ്ഥാനാർത്ഥികളും ഒരുപോലെ ശക്തരാണ്. അപ്പോൾ നേമത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നേമത്ത് അത്രയും വലിയൊരു വെല്ലുവിളി ശബരിനാഥ് ഉയർത്തുന്നില്ല. ഇവിടെ ആകട്ടെ 3 പേരും പരസ്പരം വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് മത്സരിക്കുന്നത്. 3 പേർക്കും ശക്തമായ അടിത്തറയുണ്ട്. കാരണം ഇവിടെ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട് നിരവധി തവണ. CPM മുമ്പ് വിജയകുമാർ ഉൾപ്പെടെ പലരും ജയിച്ചൊരു മണ്ഡലമാണ്. പ്രശാന്ത് ഇപ്പോഴത്തെ സിറ്റിംഗ് MLA ആണ്. BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ കാലം ഭൂരിപക്ഷം കൊടുത്തൊരു മണ്ഡലമാണ്. അതിനു മുമ്പും രാജഗോപാലായിരുന്ന സമയത്തും രാജഗോപാൽ
പാർലമെൻറ്റിലേക്ക് മത്സരിക്കുമ്പോഴും പിന്നീട് അസംബ്ലിയിൽ മത്സരിക്കുമ്പോഴും ഒക്കെ അദ്ദേഹത്തിന് നല്ല അഡ്വാൻറ്റേജ് ഓരോ കാലഘട്ടത്തിൽ കൊടുത്തു. അപ്പോൾ 3 കക്ഷികൾക്കും CPM, കോൺഗ്രസ്, BJP 3 പേർക്കും നല്ല വേരോട്ടമുള്ളൊരു മണ്ഡലമാണ്. അതുകൊണ്ട് യഥാർത്ഥ ത്രികോണ മത്സരം, യഥാർത്ഥ VIP മത്സരം എന്നൊക്കെ തീർച്ചയായിട്ടും വട്ടിയൂർക്കാവ് മണ്ഡലത്തെ വിശേഷിപ്പിക്കാം. വട്ടിയൂർക്കാവ് ഭാഗികമായി ഗ്രാമ സ്വഭാവമുള്ളതാണ്, എന്നാൽ നഗര സ്വഭാവമുള്ള മണ്ഡലങ്ങളുമുണ്ട്. അപ്പോൾ കഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ BJP ഗണ്യമായി അവിടെ പല സീറ്റുകളിലും ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മണ്ഡലത്തിൽപ്പെട്ട ശാസ്ത്രമംഗലം വാർഡിലെ കൗൺസിലർ കൂടിയാണ് ശ്രീലേഖ. അപ്പോൾ ആ നിലയ്ക്ക് ശ്രീലേഖയ്ക്ക് അതിൻ്റേതായൊരു ജനകീയത അവിടെ ലഭിക്കുന്നുണ്ട് BJPയുടെ ഗ്രാസ് റൂട്ട് സ്ട്രെങ്ത് പരിഗണിക്കുമ്പോൾ. അതുപോലെ തന്നെയാണ് സിറ്റിംഗ് MLA പ്രശാന്ത്, അദ്ദേഹം നൽകിയ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തെ എത്രത്തോളം ജനകീയനാക്കി എന്നുള്ള നിലയിൽ. മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, അദ്ദേഹം അക്കരപ്പച്ച കണ്ടു പോകുന്ന ഒരാളാണ്, സ്ഥിരമായി ഒരിടത്ത് നിൽക്കാത്ത ഒരാളാണ്. ഏത് മണ്ഡലത്തിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം നോക്കിയാൽ അദ്ദേഹം കോഴിക്കോട് MP ആയിരുന്നു, വടക്കാഞ്ചേരിയിൽ മത്സരിച്ച് തോറ്റിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും മത്സരിച്ച് മാറി മാറി നിൽക്കുന്ന ഒരു ആക്ഷേപം അദ്ദേഹത്തെക്കുറിച്ച് ഉള്ളതുകൊണ്ട് അത് തന്നെ ഒരു പ്രധാന നെഗറ്റീവ് ഫാക്ടറായിട്ട് വരുന്നു. ഈ മുരളീധരന് വിജയിക്കണമെങ്കിൽ അത്രത്തോളം വലിയൊരു UDF തരംഗം കേരളത്തിലുണ്ടാകണം. എന്ന് പറഞ്ഞാൽ UDFന് 100 സീറ്റ് കിട്ടുന്നൊരു പശ്ചാത്തലം വന്നാലേ മുരളീധരന് വിജയിക്കാൻ സാധ്യതയുള്ളൂ. അത്രയും വലിയൊരു തരംഗം UDFന് അനുകൂലമായി കേരളത്തിലുണ്ടെന്ന് തോന്നുന്നില്ല. UDFന് അനുകൂലമായ തരംഗമുണ്ട്, പക്ഷേ അത് 100 സീറ്റ് കിട്ടാനുള്ള വലിയൊരു വേലിയേറ്റം അവിടെ ഉള്ളതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഈ സാഹചര്യത്തിൽ പ്രശാന്തിന് മുൻതൂക്കമുണ്ട്. തീർച്ചയായിട്ടും ശ്രീലേഖയ്ക്ക് തൊട്ടുപിറകിൽ തന്നെ അവരുന്നിപ്പുണ്ട്. മുരളീധരൻ ഇങ്ങനെ ഈ 3 നിലയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചോദ്യത്തിൻ്റെ പൊരുൾ അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ RSSൻ്റെ വോട്ട് മറിച്ച് പ്രശാന്തിന് കൊടുക്കുന്ന പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല. കാരണം RSSൻ്റെ ശക്തി കേന്ദ്രമാണ് വട്ടിയൂർക്കാവ്. അതുകൊണ്ട് തന്നെ അവർ ശ്രീലേഖയ്ക്ക് പരമാവധി വോട്ടുകൾ ഇടാൻ ശ്രമിക്കും. പ്രശാന്തിൻ്റെ ഗുഡ്വില്ല് പ്രശാന്തിന് അനുകൂലമായി വരുമോ എന്നുള്ളതാണ് നമുക്കിനി കാണാനിരിക്കുന്നത്. കഴക്കൂട്ടം